വിശേഷം അറിയാൻ പോകുന്നത് ഈ മൂവിയുടെ ഓരോ എലമെന്റ്സ്. ബിക്കോസ് മൂവിയുടെ ആ ഒരു ഐഡിയ സ്റ്റാർട്ട് ചെയ്യുന്നത് തൊട്ട് ഞങ്ങളിലേക്ക് അത് എത്തിക്കുന്നത് വരെ അതൊരു വലിയ ജേണി ആണല്ലേ. ആൻഡ് ആ ഒരു ജേണി നിങ്ങൾ എല്ലാവരും ഒരുമിച്ച് എന്താ പറയുക ട്രാവൽ ചെയ്ത് എത്തിയതാണ്. അപ്പൊ ഇനിയിപ്പോ ഞങ്ങളും അതിന്റെ ഒരു ഭാഗമാവാൻ പോവുകയാണ്. അത് കണ്ടുകൊണ്ടും അതിന്റെ വിശേഷങ്ങൾ അറിഞ്ഞുകൊണ്ടും എനിക്ക് ആദ്യം തന്നെ ആക്ച്വലി ചോദിക്കാനുള്ള ഒരു ചോദ്യം നമ്മളുടെ ഡയറക്ടറിന്റെ അടുത്താണ്. ഇപ്പോഴത്തെ മൂവീസ് ഒക്കെ നമുക്കറിയാമല്ലോ, ഫുൾ ഫൈറ്റും ബഹളങ്ങളും കാര്യങ്ങളുമാണ്. ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ ഇരുത്തി കഥ പറഞ്ഞ് നമ്മളിലേക്ക് ആ ഒരു നറേഷനിലൂടെ എത്തിക്കുകയാണ് ആ ഒരു പണ്ടത്തെ ആ ഒരു കാലത്തോട്ടൊക്കെ. അപ്പം ഈ ഒരു സമയത്ത് എങ്ങനെയാണ് ഈ ഒരു മൂവിയിലോട്ട് എത്തുന്നത്, അല്ലെങ്കിൽ ഈ ഒരു കോൺസെപ്റ്റിലോട്ട് എത്തുന്നത് ഞങ്ങളുടെ ഒപ്പം ഒന്ന് ഷെയർ ചെയ്യാവോ? എനിക്ക് 3 ആൺമക്കളാണ്. എൻ്റെ വീട്ടിൽ നിന്നാണ് ആ കോൺസെപ്റ്റിന്റെ ഐഡിയ വന്നത്. വീട്ടിലെപ്പോഴും അറിയാലോ 3 ആൺമക്കളെ വളർത്തിക്കൊണ്ട് വരാനുള്ള ബുദ്ധിമുട്ട്. അപ്പൊ എപ്പോഴും ഞാൻ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമ്പോൾ നീ അച്ഛൻ്റെ ഒരു 10% നിനക്ക് അച്ഛൻ്റെ ഒരു നല്ല ഗുണങ്ങൾ ഉണ്ടെങ്കിൽ നീ നല്ലൊരു വലിയ ആളാവും എന്ന് എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കും. നീ യു ഷുഡ് ലേൺ ഫ്രം അച്ഛൻ്റെ ക്വാളിറ്റീസ്, അച്ഛൻ്റെ ഇത് എടുക്കുക എന്നൊക്കെ എപ്പോഴും ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പം എപ്പോഴും ഒരു ഫോർ മീ ഹി ഈസ് എ പെർഫെക്റ്റ് ഹസ്ബൻഡ്, ഫാദർ, സൺ, എവറിത്തിങ്. ആൻഡ് ഐ വാണ്ടഡ് മൈ ചിൽഡ്രൻ ഓൾസോ ടു ഹാവ് ദ സെയിം വാല്യൂ സിസ്റ്റം തന്നെ വേണം എന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹം. അപ്പൊ എപ്പോഴും ഞാൻ ഈ ഒരു സാധനം കോട്ട് ചെയ്ത് ഇപ്പൊ നമ്മളെ റൈറ്റർ ഉണ്ടായിരുന്നു, നെയിം ഇസ് അനിർബാൻ ഭട്ടാചാര്യ. അദ്ദേഹം ഒരു കോൺസെപ്റ്റ് പറഞ്ഞു, ഐ വിൽ റൈറ്റ് എ സ്റ്റോറി വിത്ത് ദിസ് കോൺസെപ്റ്റ്. അങ്ങനെ ഈ സ്റ്റോറി വീവ് ചെയ്തത് ഇറ്റ് ഇസ് ബിക്കോസ് എൻ്റെ വീട്ടിലത്തെ കാര്യങ്ങളൊക്കെ കണ്ടിട്ട് അങ്ങനെ വീവ് ചെയ്ത് വന്ന സ്റ്റോറിയാണ്. അതാണ് മലയാളീകരിച്ചിട്ട് എഴുതിയത്. ദാറ്റ് ഇസ് ദ വേ ഇറ്റ് ഇസ്. യെസ്, താങ്ക് യു സോ മച്ച്. ആൻഡ് ആക്ച്വലി എനിക്ക് 3 ചോദ്യങ്ങളാണുള്ളത്. അത് കഴിഞ്ഞിട്ട് ഞാൻ നിങ്ങളെ നമ്മുടെ മീഡിയ ടീമിന് വിട്ടുകൊടുക്കും, കാരണം അവർക്കും കുറേ അധികം വിശേഷങ്ങൾ അറിയാനുണ്ട്. അടുത്തായിട്ട് ഞാൻ പ്രകാശ് സാറിന്റെ അടുത്താണ് ചോദിക്കാൻ ആഗ്രഹിക്കുന്നത്. NFDC എന്ന് പറയുന്ന ഈ ഒരു ഓർഗനൈസേഷൻ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്ത്യയിലെ തന്നെ കുറേ അധികം ഫിലിം മേക്കേഴ്സിന്റെ ഒരു ഹോം ആയിട്ടുള്ള ഒരു സ്പേസ് ആണ്. ആൻഡ് എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു മൂവിയെ നമ്മൾ സപ്പോർട്ട് ചെയ്യണം, ത്രൂ ഔട്ട് നമ്മൾ പ്രൊഡക്ഷൻ ആയിക്കോട്ടെ എന്തിലും നമ്മൾ കൂടെ വേണം എന്ന് ഡിസൈഡ് ചെയ്യാനായിട്ട് തോന്നിയത്? എല്ലാവർക്കും നമസ്കാരം. എനിക്ക് മലയാളം അറിയാം, പക്ഷേ സംസാരിച്ചൊരു പാടാണ്. ഐ വിൽ സ്പീക്ക് ഇൻ ഇംഗ്ലീഷ്. So congratulations Deepthi and Sanjeev for this wonderful feel-good movie. And as you know, the NFDC, National Film Development Corporation, has been engaged in producing meaningful cinema. Now this year happens to be the Golden Jubilee year of NFDC, and we have produced so many wonderful films, which is part of the India's cinema history. So we are very glad that this film is releasing this week, Achappa's album, and that too in Malayalam. As it is, there are very few less children's film, which are getting made, and that's why it is very important that we support such a film. And I think what we saw just now is such a thoroughly enjoyable film, and that's what we are committed to producing more and more. Yes, thank you so much sir. And last but not the least, actually നമ്മുടെ മലയാളികൾക്ക് ഏറ്റവും വലിയ അനുഗ്രഹം എന്ന് പറയുന്നത് നമ്മളുടെ ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ആണ്. ഇത്രയും നല്ല ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ഉള്ളത് കൊണ്ടാണ് കുറേ മൂവീസ് നമ്മളിലേക്ക് എത്താൻ പറ്റുന്നത്. അതുപോലെ തന്നെയാണ് നമ്മളുടെ ഈ മൂവി നമ്മളിലേക്ക് എത്തിച്ച സുജിത് സാർ അവിടെയുണ്ട്. അപ്പൊ സാറിന്റെ അടുത്താണ് എൻ്റെ അടുത്ത ചോദ്യം. യെസ്, ഡ്രീം ബിഗ് ഫിലിംസ് എന്ന് പറയുന്ന നമ്മൾ ഈ ഒരു ഡിസ്ട്രിബ്യൂഷൻ ഹൗസ് അല്ലെങ്കിൽ സാറിന്റെ ഈ ഒരു വെഞ്ചറിന് എന്തുകൊണ്ടാണ് ഡിസൈഡ് ചെയ്തത് ഈ ഒരു ഫിലിം ഞാൻ മലയാളികളിലേക്ക് എത്തിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കണക്ട് ചെയ്യാൻ പറ്റും, ആ ഒരു സ്കോപ്പ് ഉള്ള ഒരു മൂവിയാണ്, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഇത് മലയാളികൾക്ക് എത്തണമെന്ന് സാർ ഡിസൈഡ് ചെയ്തത്? First of all, thank you all the media people for being here. ലേറ്റായെങ്കിലും എല്ലാവരും ഇവിടെ എത്തി നമ്മളോട് ഈ മൂവി എൻജോയ് ചെയ്തു. അതിന് ഫസ്റ്റ് ഓഫ് ഓൾ താങ്ക്സ്. അതേപോലെ ഈ പ്രസ് മീറ്റിന് ഇവിടെ എത്തിക്കുന്ന എല്ലാവർക്കും അത് തന്നെ നന്ദി പറയുന്നു. സെക്കൻഡ് ടു യുവർ ക്വസ്റ്റ്യൻ, ഈ മൂവി ആക്ച്വലി എനിക്ക് ഓൾമോസ്റ്റ് 5-6 months ബാക്ക് എനിക്ക് NFDCയിൽ നിന്നും അവർ വിളിച്ചിട്ട് എനിക്ക് സ്ക്രീനർ അയച്ചു, ഈ മൂവി ഒന്ന് കണ്ടിട്ട് can you evaluate and do you think that it is feasible to release this movie in theatres? അതിൻ്റെ ഒരു ഫീഡ്ബാക്ക് തരണമെന്ന് എന്നോട് പറഞ്ഞു. അപ്പോൾ ഞാൻ ഈ പടം കണ്ടിട്ട് എനിക്ക് ആക്ച്വലി ഭയങ്കരമായിട്ട് ഞാൻ എൻജോയ് ചെയ്തു. വീട്ടിലിരുന്നൊരു വീക്കെൻഡ് ഇരുന്ന് കണ്ടതാണ്. ഐ റിയലി ലൈക്ക് ദ മൂവി. അപ്പം കുറേ നൊസ്റ്റാൾജിക് ആയിട്ടുള്ള
മൊമെന്റ്സ് ഇമോഷൻസ് എല്ലാം കിട്ടി. അപ്പോൾ എനിക്ക് തോന്നി ഡെഫിനറ്റ്ലി എൻ്റെ എനിക്ക് 2 ആൺകുട്ടികളാണ്, അപ്പോൾ അവരും കാണണം. അതേപോലെ കുറേ ആളുകൾക്ക് ഈ പടം കണക്റ്റ് ആവുമെന്ന് എനിക്ക് തോന്നിയതുകൊണ്ട് ഐ ഡെഫിനറ്റ്ലി റെക്കമെൻഡഡ് ദം ദാറ്റ് ദിസ് മൂവി ഷുഡ് ഗെറ്റ് എ ഗുഡ് തിയേറ്ററിക്കൽ റിലീസ്. അപ്പോൾ അത് ഞാൻ അവരോട് അറിയിച്ചു. ആൻഡ് ദേ വർ മോർ ദാൻ ഹാപ്പി ടു അസോസിയേറ്റ് വിത്ത് us. ആൻഡ് താങ്ക് യു സർ, താങ്ക് യു ഇൻട്രസ്റ്റിംഗ് ഡ്രീം ബിഗ് ഫീലിംഗ്സ് ഫോർ giving an opportunity to bringing this movie to theaters, not only in Kerala, ഇത് ഓൾ ഇന്ത്യ നമ്മൾ ഈ 24th റിലീസ് ചെയ്യാണ്. സോ എനിക്ക് നിങ്ങളോടെല്ലാം പറയാനുള്ള ഒരേ ഒരു ഹമ്പിൾ റിക്വസ്റ്റ് മാത്രമേ ഉള്ളൂ. 100% ഷുവർ ദാറ്റ് നിങ്ങളെല്ലാവരും ഒരു എൻജോയ് ചെയ്ത് കണ്ട മൂവിയാണ്. സോ ഇതിന് നമുക്ക് കിട്ടാൻ പറ്റുന്ന ഏറ്റവും വലിയ മാർക്കറ്റിംഗ് ടൂൾ എന്ന് പറയുന്നത് യുവർ വേർഡ് ഓഫ് മൗത്ത് ആണ്. നിങ്ങൾക്ക് അറിയാവുന്ന 2 പേരോടോ 3 പേരോട് നിങ്ങൾ പറയുകയാണെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ സോഷ്യൽ മീഡിയ സ്പേസിൽ ഇതിനെക്കുറിച്ച് 2 വാക്ക് നിങ്ങൾ കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ, അതായിരിക്കാം ഈ മൂവിക്ക് കിട്ടുന്ന ഏറ്റവും വലിയ സപ്പോർട്ടും ബ്ലെസ്സിങ്ങും. ഡെഫിനറ്റ്ലി ഇതേപോലത്തെ മൂവികൾ നമ്മുടെ കുട്ടികൾ കാണണമെന്ന അതിയായ ആഗ്രഹം എനിക്കുണ്ട്, അതേപോലെ നിങ്ങൾക്ക് ഉണ്ടാവുമെന്ന് എനിക്കറിയാം. അപ്പം ഈ രീതിയിലെങ്കിൽ നിങ്ങൾ ഇതിനെ സപ്പോർട്ട് ചെയ്യുക. ആൻഡ് എസ്പെഷ്യലി ടു ദ മീഡിയ പീപ്പിൾ, നിങ്ങളുടെ സപ്പോർട്ടും ഉണ്ടാവണമെന്ന് ഹംബിളി റിക്വസ്റ്റ് ചെയ്യുന്നു. താങ്ക് യു. യെസ്, താങ്ക് യു സോ മച്ച് സർ. അപ്പൊ എന്റെ 3 ചോദ്യങ്ങൾ അവിടെ കഴിഞ്ഞിരിക്കുകയാണ്. ഇനി എനിക്കറിയാം നമ്മളുടെ മല്ലിയുടെ അടുത്ത് ചോദിക്കാൻ ചോദ്യങ്ങളുണ്ട്, ഋഷി കുട്ടേട്ടന്റെ അടുത്ത് ചോദിക്കാനായിട്ട് ചോദ്യങ്ങളുണ്ട്, കുട്ടേട്ടന്റെ അമ്മയുടെ അടുത്ത് ചോദിക്കാനായിട്ട് കുറെ ചോദ്യങ്ങളുണ്ട്. അങ്ങനെ എല്ലാവരുടെ അടുത്തും നമുക്ക് കുറെ വിശേഷങ്ങൾ അറിയാനുണ്ട് അല്ലേ. അപ്പോൾ ഓവർ ടു ദ മീഡിയ ടീം ഓവർ ഹിയർ. നിങ്ങളുടെ ക്വസ്റ്റ്യൻസ് എല്ലാം ആൻസർ ചെയ്യാനായിട്ടുള്ള ഒരു സെഷൻ ആണത്, നമ്മുടെ Q&A സെഷൻ ആണ്. സോ നമ്മുടെ മൈക്സ് അവൈലബിൾ ആണ്. ആർക്കാണ് ചോദ്യം ചോദിക്കണേന്ന് വെച്ചിട്ട് നമ്മൾ മൈക്ക് പാസ് ചെയ്യുന്നതായിരിക്കും.